ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു നാടൻ മുട്ടക്കറിയാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി ബ്രൗൺ കളറാകണം. ഉള്ളി ഇനി ഇതിൽ കിടന്ന് മൂക്കണം. ഇതിപ്പം നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. അധികം തക്കാളി വേണ്ട, പകുതി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതി മതി. അധികം തക്കാളി ചേർത്താൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഈ കറിക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് അധിക നേരം എടുക്കത്തില്ല. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മുകളിലേക്ക് കറി ഇറ്റിച്ചു കൊടുക്കണം. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മുട്ട മുറിഞ്ഞു പോകാതെ പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊരു ചെറിയ കുക്കറുണ്ടെങ്കിൽ ആ കുക്കറിനകത്തോട്ട് മുട്ട എടുത്തിട്ടിട്ട് അതിലേക്ക് വെള്ളം നികക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒറ്റ വിസിലടിച്ചിട്ട് നിർത്തി വെക്കുക. കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം മുട്ട ഒരു 5 മിനിറ്റ് നേരം തണുത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ മുട്ടത്തോട് ഈസി ആയിട്ട് പൊളിഞ്ഞു വരുന്നതായിരിക്കും. മുട്ട മുറിയാതെ നമുക്ക് കിട്ടുകയും ചെയ്യും.